പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 11 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഇതുവരെയും മനസ്സിലാക്കിയത്. മർക്കോസ് 11-ാം അധ്യായത്തിൻ്റെ 11 വരെ. അതിൻ്റെ അവസാന ഭാഗം 11:11 ഇങ്ങനെയാണ്: അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി. ചുറ്റും നോക്കി എല്ലാം കണ്ടതിന് ശേഷം നേരം വൈകിയിരുന്നതിനാൽ 12 പേരോടും കൂടെ ബഥാനിയായിലേക്ക് തിരിച്ചുപോയി. ഇപ്പോൾ ഈ 11-ാമത്തെ വാക്യമാണ് ഇനി അടുത്ത വാക്യങ്ങൾ, ഇനി വരാൻ പോകുന്ന വാക്യങ്ങളുടെ ചുരുളഴിക്കാനുള്ള താക്കോൽ ഈ 11-ാമത്തെ വാക്യമാണ്. അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിന് ഉള്ളിലേക്ക് പോയി. ചുറ്റും നോക്കി എല്ലാം കണ്ടതിന് ശേഷം നേരം വൈകിയിരുന്നതിനാൽ 12 പേരോടുകൂടെ ബഥാനിയയിലേക്ക് പോയി. നമ്മൾ ഈ ഓശാന വിവരണത്തെ മനസ്സിലാക്കിയത്, ഓശാനയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് സെഫാനിയ 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലും സക്കറിയ 14:21 മലാക്കി 3:1 മുതൽ 4 വരെ വാക്യങ്ങളിലും പ്രവചനമുണ്ട്. പഴയ നിയമത്തിൽ എന്താണ്? ദൈവം ദേവാലയത്തിലേക്ക് വരും. അവിടെ വന്ന് ദൈവം എന്തു ചെയ്യും? അവിടെയുള്ള വ്യാപാരികളെ പുറത്താക്കും. അവിടെ മലിനമായതൊന്നും ഉണ്ടാവില്ല. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അപ്പോൾ മിശിഹ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതീക്ഷ ദേവാലയത്തിലെ അനാചാരങ്ങൾ, ദേവാലയത്തിലെ മാലിന്യങ്ങൾ നീക്കുക എന്നുള്ളതാണ് മിശിഹായുടെ ദൗത്യം. അപ്പം അങ്ങനെ വരുമ്പോൾ കർത്താവ് ഈശോ മിശിഹ ജെറുസലേമിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചു. ദേവാലയത്തിനുള്ളിലേക്ക് പോയി. എല്ലാം നോക്കിക്കണ്ടതിന് ശേഷം അവൻ തിരിച്ചുപോയി. അപ്പോൾ ഇനി ആ നോക്കിക്കണ്ടതിൻ്റെ പ്രതികരണമാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ. ഇത് നോക്കിയതിന് ശേഷം അവൻ എന്ത് ചെയ്തു? അപ്പോൾ അത് മനസ്സിലാക്കിയാലേ നമുക്ക് താഴോട്ടുള്ളത് മനസ്സിലാവൂ. അവൻ ജെറുസലേമിലേക്ക് പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി. ചുറ്റും നോക്കി എല്ലാം കണ്ടതിന് ശേഷം നേരം വൈകിയിരുന്നതിനാൽ 12 പേരോടുകൂടെ ബഥാനിയായിലേക്ക് തിരിച്ചുപോയി. 12-ാമത്തെ വാക്യം: അടുത്ത ദിവസം അവർ ബഥാനിയായിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അവൻ അടുത്ത് ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. ഇത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ക്ലേശകരമായ ഒരു ഭാഗമാണിത്. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്യം അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തിപ്പഴങ്ങളുടെ കാലമല്ലെങ്കിൽ എന്തിനാണ് ഒരാൾ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ പോയി അതിൽ അത്തിപ്പഴം ഉണ്ടോ എന്ന് നോക്കുന്നത്? ഇതാണ് ഏറ്റവും യുക്തിഭദ്രമായ, അല്ലെങ്കിൽ മനുഷ്യനെ റാഷണലായിട്ട് ചിന്തിക്കുന്ന മനുഷ്യനെ കുഴയ്ക്കുന്ന ചോദ്യം ഇതാണ്. എന്തിനാണ് അത്തിപ്പഴങ്ങളുടെ കാലം അല്ലെങ്കിൽ പോയി അതിൻ്റെ ചുവട്ടിൽ പോയി അത്തിപ്പഴം ഉണ്ടോ എന്ന് നോക്കിയിട്ട് പഴമില്ലെന്ന് കണ്ടിട്ട് അതിനെ ശപിക്കുന്നത്? അത് ലോകത്തെ ഏറ്റവും ബുദ്ധിയില്ലാത്ത ആളുകൾ പോലും ചെയ്യാത്ത കാര്യമാണ്. ഈ കർത്താവ് എന്തിനത് ചെയ്തു? ഇതാണ് അതിനകത്തെ ചോദ്യം. അപ്പോൾ എന്തിനാണ് മർക്കോസ് അങ്ങനെ എഴുതിയത്? അങ്ങനെ എഴുതാതിരുന്ന പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എന്ന് എഴുതിയില്ലായിരുന്നെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്തേനെ അത് അത്തിപ്പഴങ്ങളുടെ കാലം ആയിരുന്നു, അതുണ്ടാവാതിരുന്നാണെന്ന് പറഞ്ഞ് നമുക്ക് വ്യാഖ്യാനിക്കാമായിരുന്നു. ഇതെന്തിനാണ് അങ്ങനെ എഴുതി വെച്ചത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അത് എഴുതിയതാണ് അതിൻ്റെ വ്യാഖ്യാനത്തിനുള്ള താക്കോൽ. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എന്നതാണ് ഈ വചനം വ്യാഖ്യാനിക്കാനുള്ള താക്കോൽ. ഈ വചനം യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ് മർക്കോസ് അങ്ങനെ എഴുതിയത്. അത് അത്തിപ്പഴങ്ങളുടെ കാലം അല്ലായിരുന്നു. അതായത് അത്തിയെയും പഴത്തെയും സംബന്ധിക്കുന്ന ഒരു സംഭവമല്ല, ഇത് മറ്റെന്തിനെയോ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറയാനാണ് അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എന്നെഴുതിയത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇതിൻ്റെ അർത്ഥം അത്തിയിലോ അതിൻ്റെ പഴത്തിലോ അല്ല തിരയേണ്ടത്, മറിച്ച് അത്തി എന്തിനെ സൂചിപ്പിക്കുന്നോ, അത്തിപ്പഴം എന്തിനെ സൂചിപ്പിക്കുന്നോ അതിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു മരമോ മരത്തിൻ്റെ പഴമോ അല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ മരവും ഈ മരത്തിൻ്റെ പഴവും എന്തിനെ സൂചിപ്പിക്കുന്നോ അത് പഠിപ്പിക്കാനാണ് ഈ സംഭവം. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്,
മിശിഹ ഇനി, കർത്താവ് ഈശോ മിശിഹ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പ്രതീകാത്മകമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ദേവാലയ ശുദ്ധീകരണം, അതൊരു പ്രതീകാത്മകമായ കാര്യമാണ്. അത്തിപ്പഴങ്ങളെ, ഈ അത്തിമരത്തെ ശപിക്കുന്നു, അത് പ്രതീകാത്മകമായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ മനോഭാവത്തോടെ വേണം നമ്മൾ ഇനിയുള്ളത് വായിക്കാൻ. അപ്പോൾ ഇത് രണ്ടും, ഈ അത്തിവൃക്ഷത്തെ ശപിക്കുന്നതും അടുത്ത ദേവാലയ ശുദ്ധീകരണവും പ്രതീകാത്മകമാണ്. അതിൻ്റെ അർത്ഥം അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥമല്ല, മറിച്ച് അതിനേക്കാൾ ഉയർന്നൊരർത്ഥമുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളിനി ഇത് വായിക്കാൻ. അടുത്ത ദിവസം അവൻ ബഥാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. അപ്പോൾ ഇത് ഒന്നാമത്തെ അർത്ഥം. അത്തിവൃക്ഷം ബൈബിളിൽ ഇസ്രായേൽ സമൂഹത്തിൻ്റെ പ്രതീകമാണ്. അത്തിവൃക്ഷം ഇസ്രായേലിൻ്റെ പ്രതീകമാണ്. ഉദാഹരണം, ജെറമിയ പ്രവചനം 8-ാം അധ്യായം 13-ാമത്തെ വാക്യം. ജെറമിയ 8-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം എടുത്ത് വായിക്കേ. ജെറമിയ 8:13. ജെറമിയ 8:13. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, എന്നാൽ മുന്തിരിച്ചെടിയിൽ പഴമില്ല, അത്തിവൃക്ഷത്തിൽ കായ്കളുമില്ല, ഇല പോലും വാടിക്കൊഴിഞ്ഞു. അതിനാൽ അവരുടെ നേരെ ഞാൻ വിനാശകനെ അയക്കും. അത്തിവൃക്ഷത്തിൽ പഴമില്ലാത്തതുകൊണ്ട് അവരുടെ നേരെ, ആരുടെ നേരെ? ജനത്തിൻ്റെ നേരെ. മനസ്സിലായോ? ഇത് അത്തിവൃക്ഷത്തെക്കുറിച്ച് പറയല്ല, അത്തിവൃക്ഷം ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീകമാണ്. മറ്റൊരു വചനം എടുക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും. ഹോസിയ പ്രവചനം 9-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഹോസിയ പ്രവചനം 9-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം എടുത്ത് വായിക്കുക. അതായത് 9-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ. മരുഭൂമിയിൽ മുന്തിരി എന്ന പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി, അത്തിവൃക്ഷത്തിലെ ആദ്യകാല ഫലം പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു. കണ്ടോ? നിങ്ങളെ ഞാൻ കണ്ടത് എന്തുപോലാണ്? അത്തിവൃക്ഷം പോലാണ്. ഇസ്രായേലിനെ ദൈവം പറയുകയാണ്, ഇസ്രായേലെ നിങ്ങളെ ഞാൻ കണ്ടത് അത്തിവൃക്ഷം പോലാണ്. നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടത് അത്തിവൃക്ഷത്തിലെ ആദ്യ ഫലം പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, അത്തിവൃക്ഷം യഹൂദ മതത്തിൻ്റെ പ്രതീകമാണ്, ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീകമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട്, തൊട്ടു മുൻപ് നമ്മൾ കണ്ട പാസേജിൽ, ഞാൻ ആദ്യം വായിച്ചതിൽ, ചുറ്റി നടന്ന് അവൻ ദേവാലയത്തിൽ ചുറ്റി നടന്ന് എല്ലാം പരിശോധിച്ചപ്പോൾ ഈ അത്തിവൃക്ഷത്തിൽ എന്തില്ല? ഫലമില്ല. ഏതത്തിവൃക്ഷത്തിൽ? ഈ യഹൂദ മതത്തിൽ, ഈ ദേവാലയത്തിൽ, അവരുടെ ആരാധനാ കേന്ദ്രത്തിൽ. നമ്മുടേതുപോലെ മുക്കിന് പള്ളിയുള്ള സ്ഥലമല്ല, ഒറ്റ പള്ളിയേ ഉള്ളൂ. യഹൂദ മതത്തിലെ ആരാധനയ്ക്ക് ഒറ്റ ദേവാലയമേ ഉള്ളൂ, ഒറ്റ ദേവാലയം. ഏതാണ്ട് 36 ഏക്കറിൽ പരന്നു കിടന്നൊരു ദേവാലയം, ഒറ്റ ദേവാലയം. ആ ദേവാലയ സമുച്ചയത്തിനകത്തേക്ക് കയറി ചെന്നിട്ട് ചുറ്റി നടന്ന് എല്ലാം പരിശോധിച്ചിട്ട് രാത്രി ആയതുകൊണ്ട് തിരിച്ചു പോയി. നോക്കിയപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഫലമില്ല. എന്തിൽ ഫലമില്ല? ഈ മതത്തിൽ നിന്ന് ഫലം ഉണ്ടാവുന്നില്ല, ഈ ദേവാലയത്തിൽ നിന്ന് ഫലം ഉണ്ടാവുന്നില്ല, ഈ പുരോഹിതന്മാരിൽ നിന്ന് ഫലം ഉണ്ടാവുന്നില്ല, ഈ സമൂഹത്തിലെ മതത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഫലം ഉണ്ടാവുന്നില്ല. എന്തൊക്കെയാണോ? ഫലം ഇല്ല, പക്ഷെ വേറെ മോശപ്പെട്ട ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുകയാണ്. എന്തൊക്കെയാണ്? ഒന്ന്, വിശ്വാസം തീരെയില്ല. 2, ദൈവഭയമില്ല. ദൈവഭയം ഉണ്ടെങ്കിൽ പള്ളിക്കകത്ത് കച്ചവടം നടത്തുമോ? ഇല്ല, കച്ചവടം നടത്തില്ല. ദൈവഭയം ഉണ്ടെങ്കിൽ പള്ളിക്കകത്ത് കിടന്ന് വെള്ളം വെക്കുമോ? വെക്കില്ല. ദൈവഭയം ഉണ്ടെങ്കിൽ അൽത്താരയിലോട്ട് കയറുമോ? കയറില്ല. ദൈവഭയമില്ല. പിന്നെന്താ ഉള്ളത്? കടുത്ത ധനമോഹം. ബൈബിൾ പറയുന്നത് പോലെ ഭക്തിയെ ധനലാഭത്തിനുള്ള മാർഗമായിട്ട് കണ്ടിരിക്കുന്നു. എവിടെ ആളുകൾ കൂടുന്നോ അവിടെ കച്ചവടം. ഇന്നും ബാധകമാണത്. പിന്നെ ദൈവഭയമില്ല, ധനമോഹം, മാത്രമല്ല പ്രാർത്ഥനയില്ല. കാരണം ഈ സമൂഹത്തിൽ പ്രാർത്ഥിക്കുന്നവരാരാ? യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുള്ള മനുഷ്യരാണ് ഈ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആരെ പ്രാർത്ഥിക്കുന്നത്? ബുദ്ധിമുട്ടില്ലാത്തവനൊന്നും പ്രാർത്ഥിക്കത്തില്ല. സാധാരണ മനുഷ്യരുടെ കാര്യം ഞാൻ പറയുകയാണ്. ബുദ്ധിമുട്ടുള്ളവരോട് മാത്രം പ്രാർത്ഥിച്ചാൽ മതിയെന്നല്ല. നമ്മൾ കാണുന്നത് എങ്ങനെയാ? ആരായി പ്രാർത്ഥിക്കുന്നേ? ഈ വിഷമവും പ്രയാസമുള്ളവനെ പ്രാർത്ഥിക്കൂ.
കൂടുതലും അങ്ങനെയുള്ളവരാണ്. അങ്ങനെയുള്ളവർ പള്ളി വന്ന് നിൽക്കുമ്പോൾ അവർക്ക് നിൽക്കാൻ സ്ഥലമില്ല. അവിടെ ഈ കച്ചവടം മനസ്സിലായി. ഈ ദേവാലയത്തിൽ വിഷമവും പ്രയാസവും ഉള്ളവന് നിൽക്കേണ്ട സ്ഥലത്താണ് ഈ കച്ചവടം. ആര്? വിജാതീയൻ, പരസ്യപാപി, സമൂഹം പുറത്താക്കിയവൻ, വീട്ടിൽ കയറ്റാത്തവൻ, ഒരു കേസിന് ജയിലിൽ അടയ്ക്കപ്പെട്ടവൻ, അവർക്കൊക്കെ പള്ളിക്കകത്ത് കയറാൻ അനുവാദമില്ല. അവർ നിൽക്കുന്ന സ്ഥലമുണ്ട്, ജെൻറ്റൈൽസ് കോർട്ട്, വിജാതീയരുടെ സ്ഥലം, വിജാതീയരുടെ മുറ്റം. അവിടാണ് ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ ഭക്തിയുടെ കൊങ്ങയ്ക്ക് പിടിക്കുന്ന കച്ചവടം. അപ്പോൾ പ്രാർത്ഥനയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവരെന്ത് ചെയ്യുന്നു? കർത്താവ് പറഞ്ഞു, നിയമജ്ഞരും ഫരിസേയരും ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് നടിക്കുന്നേ ഉള്ളൂ, പ്രാർത്ഥിക്കുന്നില്ല. അവർ ദീർഘസമയം പ്രാർത്ഥിക്കുന്നു എന്ന് നടിക്കുന്നു, പ്രാർത്ഥനയൊന്നുമില്ല, നടിപ്പാണ്. മനസ്സിലായോ? മറ്റവൻ ഒത്തിരി സമയമൊന്നും പ്രാർത്ഥിക്കാനില്ല. ഒറ്റ നിലവിളേ ഉള്ളൂ, കർത്താവേ പാപിയെ എൻ്റെ മേ കരുണയാവണേ. ഒറ്റ സെൻറ്റൻസേ ഉള്ളൂ, പക്ഷെ അത് പ്രാർത്ഥനയാണ്. പക്ഷെ അവന് നിൽക്കാൻ സ്ഥലമില്ല. അവിടെ കോഴിക്കച്ചവടവും ആട് കച്ചവടവും നടക്കുക. അപ്പൊ ചുറ്റും നടന്നപ്പോൾ ഈ മരത്തിൽ നിന്ന് ഇനി ഫലം ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. മർക്കോസ് പറയുകയാണ്, അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എന്ന് പറഞ്ഞത് എന്തിനാണ്? നിങ്ങൾ ഈ അത്തിയുടെ ചവിട്ടിൽ പോയി മേളിലോട്ട് നോക്കി അതിൻ്റെ ഉത്തരം കിട്ടില്ല. ഈ അത്തി ഇവൻ തൊട്ട് മുമ്പ് 11ാമത്തെ വാക്യത്തിൽ എവിടെ നിന്നോ ആ സ്ഥലമാണ് ഈ അത്തി. ജെറൂസലേമാണ് ഈ അത്തിമരം, ദേവാലയമാണ് ഈ അത്തിമരം. അതിൽ ഫലമില്ല. അപ്പോൾ ഇത് പ്രവൃത്തിയിലൂടെയുള്ള ഉപമയാണ്. പാരബിൾ ഇൻ ആക്ഷൻ. ഉപമയാണിത്, ഉപമ. ഇതൊരു കഥയാണ്. മനസ്സിലായോ? യേശു പ്രവൃത്തിയിലൂടെ ഒരു കാര്യം കാണിച്ചു തന്നു. പ്രവൃത്തിയിലൂടെ. മനസ്സിലായില്ലേ? ഇപ്പം ഈശോ എന്ത് ചെയ്തു? പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. അത് പ്രവൃത്തിയിലൂടെയുള്ളൊരു ഉപമയാണ്. എന്താണ്? നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് പ്രവർത്തിച്ച് കാണിക്കുകയാണ്. അപ്പോൾ അതാണ് അത്തിവൃക്ഷത്തിൻ്റെ കഥയുടെ സാരാംശം മനസ്സിലാകാനുള്ള പ്രധാനപ്പെട്ട ഒരു താക്കോൽ. അപ്പോൾ ജെറുസലേമിൽ ഫലമില്ല, വിശ്വാസമില്ല, ദൈവഭയമില്ല, പ്രാർത്ഥനയില്ല, മറിച്ച് ധനമോഹം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ അങ്ങനെ എത്തി നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ കർത്താവ് പറയാണ്, ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് ആരും ഈ പഴം തിന്നാതിരിക്കട്ടെ. ആരും. ഇനി ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഈ ദേവാലയം ഇനി അധികകാലം നിലനിൽക്കില്ല എന്നാണ്. അത്തിവൃക്ഷത്തെ ശപിച്ചതിൻ്റെ അർത്ഥം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. അതാണ് അതിൻ്റെ അർത്ഥം. ഈ മതത്തിൽ നിന്ന് ഇനി വലിയ ഫലം ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ സ്ഥാനത്ത് ദൈവം ഒരു പുതിയ നിയമ സമൂഹത്തെ രൂപപ്പെടുത്തുകയാണ്. അവരെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല, പക്ഷേ അവരിൽ നിന്ന് ഫലം ഉണ്ടാവാത്തത് കൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? ഈ മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയാണ്. എന്താ നമുക്കിതിൽ നിന്ന് പഠിക്കാനുള്ളത്? അതായത് ദൈവം ഉറ്റുനോക്കുകയാണ്. എന്തിന്? ദൈവം ഉറ്റുനോക്കുന്നത് എന്തിനാണെന്നറിയാം? ഒരു ക്രിസ്ത്യാനിയിലേക്ക് ദൈവം നോക്കുന്നത് എന്തിനായിരിക്കും? ഇലകൾ കാണാനല്ല, ഫലം കാണാനാണ്. ഈ അത്തിവൃക്ഷം എന്താ? ഇതിനകത്ത് നിറയെ ഇലയാണ്. എന്താ ഇല? മനുഷ്യർ കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നു, മനുഷ്യരുടെ മുമ്പിൽ നല്ല വേഷമിട്ട് നടക്കുന്നു, മനുഷ്യർ കാണുമ്പോൾ ഭക്തരാണ്. ഇതൊക്കെയാണ് ഇല. എന്താ ഫലം? ഫലം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആത്മീയത, വിശുദ്ധി, വിശ്വാസം, ദൈവസ്നേഹം, മനുഷ്യരോട് കരുണ, ഇതൊക്കെയാണ് ഫലം. കർത്താവ് നോക്കുന്നത് ഇല കാണാനല്ല, ഇല അന്വേഷിച്ചല്ല, ഫലം അന്വേഷിച്ചാണ്. അതെപ്പോഴും ഓർത്തോണം. അതായത് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത് നമ്മുടെ പ്രകടനം കണ്ടിട്ടല്ല, ഫലം കണ്ടിട്ടാണ്. പെർഫോമൻസിന് മാർക്കിടുന്ന ആളല്ല കർത്താവ്. മനസ്സിലായില്ലേ? ഫലമുണ്ടോ അതാ നോക്കുന്നത്. നിനക്ക് പഴം ഉണ്ടായോ? എന്തൊക്കെയാ പഴം? ഒന്നാമത്, നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹമെങ്കിലും ഉണ്ടോ? ഫലമാണ്. മാമോദീസ മുങ്ങി ക്രിസ്ത്യാനിയായി, ഇനി കുറച്ച് പേര് ദൈവവേലക്കാരായി. ഇത് ഒരുപാട് വർഷങ്ങൾ കർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ടും എന്ത് ഫ്രൂട്ട് ഉണ്ടായി? മനസ്സിൽ മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് കർത്താവിൽ ഒരു കരുണയില്ലെന്ന് നമ്മൾ ഓർക്കണം. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ, അതായത് ഇമ്മീഡിയറ്റ് ആക്ഷനാണ്. ഇത് ശപിച്ചു എന്നാണ് പറയുന്നത്.
നമ്മൾ എപ്പോഴാണ് ശപിക്കുന്നത്? നമ്മൾ ശപിക്കുന്നില്ല, പക്ഷേ ഈ ശപിക്കുന്ന ആളുകൾ, ഒരാൾ ശപിക്കുന്ന എപ്പോഴാണ്? ശപിക്കുന്നത് മനസ്സ് തകർന്നിട്ടാണ്. അല്ലെങ്കിൽ ഒന്നും ആരും ശപിക്കില്ല. ചുമ്മാ രാവിലെ എഴുന്നേറ്റെന്ന 8:30 ഒരാളെ ശപിച്ചേക്കാന്നൊന്നും ആരും വിചാരിക്കുന്നൊന്നുമില്ല. എപ്പോഴേ ശപിക്കുന്നത്? അതായത് ഈ സങ്കടവും ദേഷ്യവും കോപവും അമർഷവും ഇച്ഛാഭംഗവും എല്ലാം കൂടി ഒരു മനുഷ്യൻ്റെ അകത്ത് നിറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ ഒരു റെസ്പോൺസാണ് ശാപം. അപ്പം ഇതാണ് നമ്മൾ ഓർക്കണം. അത് അപ്പം എന്നിൽ ഫലമില്ലെങ്കിൽ ഞാൻ ഓർക്കണം മനുഷ്യൻ എന്നെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നുള്ളത്. ഇപ്പോൾ യൂട്യൂബിൽ എൻ്റെ പ്രസംഗം കേൾക്കുന്നവർ എന്നെ കാണുന്നത് എന്താ കാണുന്നേ? ഇലയാ കാണുന്നേ. ഫലം കാണുന്നത് എപ്പോഴാ? ഫലം കാണണമെങ്കിൽ എൻ്റെ അടുത്ത് വരണം. എന്നോട് ഇടപെട്ടാലല്ലേ അറിയൂ ഫലമുണ്ടോ ഇല്ലയോ എന്ന്. മനസ്സിലാവുന്നില്ലേ? ഇല കൊണ്ട് നമുക്ക് പറ്റിക്കാം, മനസ്സിലായില്ലേ? ഇല കൊണ്ട് ആളുകളെ പറ്റിക്കാം, പക്ഷേ ഇല കൊണ്ട് ദൈവത്തെ പറ്റിക്കാൻ പറ്റില്ല. ഏറ്റവും ക്ലാസിക്കൽ ഉദാഹരണം ഇതാ, ഇല കൊണ്ട് ദൈവത്തെ പറ്റിക്കാൻ പറ്റില്ല. ഏറ്റവും ക്ലാസിക്കൽ ഉദാഹരണം പറ. പണ്ടൊരു വല്യപ്പനും വല്യമ്മയും ഉടുതുണിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഇല കൊണ്ട് മറച്ചിട്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞുകൊണ്ട് നിന്നു. മനുഷ്യനെ പറ്റിക്കാൻ, ദൈവത്തെ പറ്റിക്കാൻ പറ്റില്ല ഇല കൊണ്ട്. കർത്താവ് പറഞ്ഞു ഞാൻ തിന്നരുതെന്ന് പറഞ്ഞു, നീ തിന്നോ എന്ന് ചോദിച്ചു. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഇത് യഹൂദ മതത്തെക്കുറിച്ചാണ്, അവന്മാർക്ക് ഫലമില്ലായിരുന്നു, പറയാൻ വരട്ടെ, ഇത് നിന്നെക്കുറിച്ചാണ്, എന്നെക്കുറിച്ചാണ്. ഇലയാണോ ഫലമാണോ? ഈ ചോദ്യവുമായി ദൈവം വരുമ്പോൾ ദൈവത്തിൽ നിന്നൊരു കരുണ പ്രതീക്ഷിക്കരുതെന്നുള്ളതാണ് ഞാൻ വായിച്ച ബൈബിള് എനിക്ക് പറഞ്ഞു തന്ന പാഠം. ഈ ചോദ്യം ദൈവം ചോദിക്കുമ്പോൾ കർത്താവിൽ നിന്നൊരു കരുണ പ്രതീക്ഷിക്കരുത്. കരുണ എപ്പോഴാണ് പ്രതീക്ഷിക്കേണ്ടതെന്നറിയാമോ? നമ്മൾ ജീവിതത്തിൽ കുറവ് വന്നു, തെറ്റ് വന്നു, കർത്താവേ തെറ്റ് പറ്റിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് ചങ്കുവിട്ട് നിൽക്കുമ്പോൾ കരുണ പ്രതീക്ഷിച്ചോണം. അല്ലാതെ ഒരു മനക്കടിയില്ലാതെ എങ്ങനെ ജീവിച്ചിട്ടും കർത്താവ് എന്നെ പ്രസാദിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് കർത്താവിൽ നിന്നൊരു കരുണ പ്രതീക്ഷിക്കരുത്. ഞാൻ ഈ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഭക്തരെ കണ്ടിട്ടുണ്ട്, ഇലകളുള്ള ഭക്തരെ. ഞാനും അതിലൊന്നാണ്. ബലമുള്ളൊരു കുറവാണ്, മനസ്സിലായോ? ദൂരെ നിന്ന് കാണുമ്പോൾ എല്ലാവരും നല്ലവരാ, അടുത്ത് വരട്ടെ ഫലമില്ല. അപ്പോൾ കരുണ പ്രതീക്ഷിക്കരുത്. സെഫാനിയ 1:12 അന്ന് ഞാൻ ജെറുസലേമിനെ വിളക്കുമായി വന്ന് പരിശോധിക്കും. കണ്ടോ? അന്ന് കർത്താവ് പറയാണ്, അന്ന് ഞാൻ ജെറുസലേമിനെ വിളക്കുമായി വന്ന് പരിശോധിക്കും. എന്തിനാ ഈ വിളക്കുമായിട്ട് വരുന്നതെന്നറിയാമോ? പറ. ഈ പാപത്തിൽ ഇരിക്കുന്നവൻ ഇരുട്ടിലാണ്. പാപത്തിൽ കഴിയുന്നവൻ്റെ അടുത്ത് പ്രകാശമില്ല, അവന് തേജസ്സില്ല, മഹത്വമില്ല, ഇരുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ വിളക്കെടുത്ത് ഇങ്ങനെ വരും, എന്നിട്ട് നോക്കും. വിളക്കുമായിട്ട് വന്ന് പരിശോധിക്കും. അന്ന് ഞാൻ ജെറുസലേമിനെ വിളക്കുമായിട്ട് വന്ന് പരിശോധിക്കും. കർത്താവ് നന്മയോ തിന്മയോ ചെയ്യുകയില്ല എന്ന് ആത്മഗതം ചെയ്ത് വീഞ്ഞിൻ്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും. കർത്താവ് നന്മയും തിന്മയും ഒന്നും ചെയ്യില്ല, അങ്ങനെയൊക്കെയല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും. അങ്ങനെ ഒരു ഫേസ് ഉണ്ട് ദൈവത്തിന്, അത് മറന്നു പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അത്തിവൃക്ഷത്തിൻ്റെ ഈ ഉപമയിൽ അടുത്ത ദിവസം അവൻ ബഥാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. ഇത് വിശപ്പെന്താ? ഫലം കാണാനുള്ള വിശപ്പാണത്. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്ത് ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇലകളല്ല അങ്ങ് അന്വേഷിക്കുന്നത്, ഫലങ്ങളാണ് അങ്ങ് അന്വേഷിക്കുന്നത്. ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അപ്പസ്തോലൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കർത്താവേ, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ നാശത്തിലേക്ക് നയിക്കുന്നു, എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ നിത്യജീവനിലേക്ക് നയിക്കുന്നു. കർത്താവായ ദൈവമേ, ആത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങൾ പ്രാപിക്കുവാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഗലാത്യ ലേഖനത്തിൽ
അപ്പസ്തോലൻ അരുളി ചെയ്തതുപോലെ ഞങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയപ്പെടാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.